നമസ്കാരം, ടെക് ഫോർഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പഴയ മോഡൽ വാഗണർ വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വിൻഡ് ഈ വാട്ടർ ഫ്ലോ വരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലും വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നില്ല, ബാക്കിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്, വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചാലോ? ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. വൈപ്പറൊക്കെ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വാട്ടർ സ്പ്രേ ചെയ്യിക്കുന്നില്ല. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്യൂസൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂസൊന്നും പോയിട്ടില്ല. അപ്പോൾ അകത്ത് ഇതിൻ്റെ മോട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ വൈപ്പറുകളൊക്കെ വെച്ചെടുക്കാം, അതിനുശേഷം കവറും അഴിക്കാം. അടുത്തതായിട്ട് ഈ സൈഡിലെ ബോൾട്ട് ഊരെടുക്കണം. 10 ബോൾട്ടാണ്. ഞാൻ ടീസ്പാനർ വെച്ചാണ് ഊരുന്നത്. എന്നാലേ ഈ കവർ നമുക്ക് ഊരെടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നത്. വൈപ്പറിൻ്റെ വാട്ടർ സ്പ്രേ ചെയ്യാൻ ടാങ്ക് ഇരിക്കുന്ന സൈഡിലാണ്. അപ്പോൾ ഇത് ഊരി മാറ്റാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ സൈഡ് കവർ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതിൽ 2 മോട്ടറാണ് ഉള്ളത്. ഫ്രണ്ടിലത്തെ മോട്ടറാണ് ഫ്രണ്ടിൽ വാട്ടർ സ്പ്രേ ചെയ്യിക്കാനും, അതിൻ്റെ തൊട്ടടുത്തുള്ള ബാക്കിലെ മോട്ടർ ബാക്കിലെ വാട്ടർ സ്പ്രേ ചെയ്യിക്കാനും. ഇതിൽ ഈ മോട്ടറിലേക്കുള്ള കണക്ഷൻ നമുക്ക് നോക്കാം, സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ട്. മോട്ടറിൻ്റെ കണക്ഷൻ തമ്മിൽ ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഇതിൽ സപ്ലൈ വരുന്നുണ്ടോ നോക്കണം. മീറ്റർ DC റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്, 20 വോൾട്ടിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വോൾട്ടേജ് വരുന്നുണ്ട്, 13 വോൾട്ടേജ്, ഏകദേശം 13 വോൾട്ട് കാണിക്കുന്നുണ്ട് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ കറണ്ട് വരുന്നുണ്ട്. സാധാരണ ഇതിൽ കറണ്ട് വരാണ്ടിരിക്കുന്നത് ഫ്യൂസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കറണ്ട് വരാണ്ടിരിക്കും. സപ്ലൈ കിട്ടാണ്ടൊക്കെ വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കുക. സപ്ലൈ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇത് ലൂസ് കോണ്ടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മോട്ടർ പോയതായിരിക്കും. മോട്ടറിൻ്റെ അവിടെ ക്ലാവ് ഉണ്ട്. ആ ക്ലാവൊക്കെ നല്ലോണം നിറച്ച് ക്ലാവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ മോട്ടർ മേലത്തെ ക്ലാവൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് WD-40 ഒക്കെ അടിച്ച് രണ്ടാമത് കണക്ട് ചെയ്ത് നോക്കി. സംഭവം ആക്കിയിട്ടുണ്ട്. ലൂസ് കോണ്ടാക്റ്റും ക്ലാവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കോണ്ടാക്റ്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വർക്ക് ചെയ്യാണ്ടിരുന്നത് ഇപ്പോൾ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇനി തിരിച്ച് രണ്ടാമത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ശരിയായ കോണ്ടാക്റ്റ് കിട്ടാത്ത കാരണമായിരുന്നു ഇത് വർക്ക് ചെയ്യാണ്ടിരുന്നത്. ലൂസ് കോണ്ടാക്റ്റിൻ്റെ പ്രശ്നം പിന്നെ ക്ലാവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇത് കണ്ടീഷനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ നോക്കി വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.